ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ ISROയുടെ രണ്ടാമത്തെ ബഹിരാകാശ നിലയം ഗുജറാത്തിൽ സ്ഥാപിക്കും. 10,000 കോടി രൂപയാണ് ചിലവ്. ISROയുടെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ഡയറക്ടറായ നീലേഷ് ദേശായിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഗുജറാത്തിലെ ദിയുവിനും വെരാവലിനും ഇടയ്ക്കായിരിക്കും പുതിയ ബഹിരാകാശ നിലയം സ്ഥാപിക്കുക. കേന്ദ്ര സർക്കാരിന്റെ ബഹിരാകാശ നയത്തിന്റെ ചൂടുപിടിച്ച് ഗുജറാത്ത് സർക്കാരും ഒരു ബഹിരാകാശ നയം പ്രഖ്യാപിച്ചിരുന്നു. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് നിലവിൽ ISROയുടെ ഏറ്റവും പ്രധാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. SALV, PSLV ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം, ട്രാക്കിംഗ്, ഉപഗ്രഹ ഒരുക്കങ്ങൾ എന്നിവയ്ക്ക് ഈ നിലയം സഹായകരമാകും. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് ഗുജറാത്ത് എന്നതിനാൽ ബഹിരാകാശ വിക്ഷേപണങ്ങൾക്ക് തന്ത്രപരമായ മുൻതൂക്കം ലഭിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ISROയുടെ 70% ജോലികളും നാവിഗേഷൻ, വാർത്താവിനിമയം, റിമോട്ട് സെൻസിംഗ് ടെക്നോളജി എന്നിവയുമായി ബന്ധപ്പെട്ടവയാണ്. നിരീക്ഷണം ശക്തമാക്കാൻ 52 പുതിയ ഉപഗ്രഹങ്ങൾ 2026 ഏപ്രിലിൽ വിക്ഷേപിക്കുമെന്ന് ISROയുടെ പുതിയ പദ്ധതികൾ വിശദീകരിക്കവേ നീലേഷ് ദേശായി പറഞ്ഞു. ചന്ദ്രയാൻ 5, ഗഗൻയാൻ പദ്ധതി, വീനസ് ഓർബിറ്റർ എന്നിവയാണ് ISROയുടെ പുതിയ പദ്ധതികൾ.